ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ദ ഫോറസ്റ്റ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അതായത് ഇത് നമ്മൾ സ്റ്റീമിലൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മൾ എടുത്തേക്കുന്നത് ക്രാക്ക്ഡ് വേർഷനാണ്. ഗായ്സ്, അതിന് മുന്നേ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഗെയിമാണ്. അത് നല്ലൊരു സ്റ്റോറിയോട്ടാണ് ഈ ഒരു ഗെയിം തുടങ്ങുന്നത്. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ ഫുൾ വീഡിയോ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് ഒരു ഗെയിമാണ്. അതായത് സർവൈവൽ ഗെയിംസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കളിക്കേണ്ടതാണ്. ഗെയിംസ് നമ്മളിപ്പോൾ സിംഗിൾ പ്ലെയർ ആയിട്ടാണ് കളിക്കുന്നത്. മൾട്ടിപ്ലെയറും കാര്യങ്ങളും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടല്ലോ, മൾട്ടിപ്ലെയറും കാര്യങ്ങളൊക്കെ അവർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൈലബിൾ ആണ്. നമ്മൾ മൾട്ടിപ്ലെയർ കളിച്ചിട്ടില്ല, നമ്മൾ ക്രാക്ക്ഡ് വേർഷനാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഗൈസ്, ഓക്കെ, നമ്മൾ സ്റ്റോറിയിലേക്ക് പോവാം. ഗൈസ്, നമ്മളാണ് നമ്മുടെ മെയിൻ ക്യാരക്ടറാണ്. നമ്മളിത് FPP ആണ്. ഇതിൽ കണ്ടോ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മോനെ. ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു മോനെ. ഗൈസ്, ഇതെന്തോ ബുക്ക് എന്തോ സംഭവമാണ്. സർവൈവൽ എന്ന് പറഞ്ഞ ബുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗൈസ്, നമ്മുടെ പ്ലെയിൻ എന്തോ സീനാണ്. നമുക്ക് നോക്കിയേ, നമുക്ക് നമ്മുടെ പ്ലെയിൻ. ഗൈസ്, പ്ലെയിൻ്റെ സൈഡിലൊക്കെ ചിറകെന്തി ചിറകൊക്കെ ഉണ്ട്. ഗൈസ്, നമ്മുടെ പ്ലെയിൻ പോയി. ഗൈസ്, പ്ലെയിൻ അപകടത്തിലായി. ഗൈസ്, പോയി പ്ലെയിൻ പോയി. ഗൈസ്, പ്ലെയിനിപ്പോൾ ഇടിക്കും. പ്ലെയിനിപ്പോൾ എവിടെയും ഇടിക്കും. ഗൈസ്, ഓ ഷിറ്റ്, ഇവിടൊക്കെ ഇടിക്കുന്നുണ്ട്. താഴെ ഇതുണ്ട്, നമ്മളിപ്പോൾ കണ്ടു ചെറിയൊരു ഇല കാര്യങ്ങൾ എന്തൊക്കെയോ കണ്ടു. അപ്പോൾ മച്ചാന്മാർ, ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ഇടിച്ച് ഒരു കാട്ടിലാണ്. നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. നമുക്ക് വയ്യ കേട്ടോ, കയ്യിലെല്ലാം ചോരയായി. മച്ചാന്മാരെ, നമ്മുടെ പ്രശ്നം നല്ല ടാസ്ക് ആയി കേട്ടോ. കയ്യിലെല്ലാം ചോരയാണ്. അതാരും നടക്കുന്നുണ്ടോ അതോ നമ്മുടെ കൈയാണോ? എന്തോ ആയിക്കോട്ടെ മച്ചാന്മാരെ, നമ്മുടെ അവസ്ഥ ഭയങ്കര ഗുരുതരമാണ്. നമ്മൾ പ്ലെയിൻ ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ പ്ലെയിന് ഇപ്പോൾ അവിടെ എഴുന്നേറ്റേ ഉള്ളൂ. ഓക്കെ, ഇതാരും ഈ ചത്ത് മലന്ന് കിടക്കുന്നത്. നമുക്ക് വിശക്കുന്നുണ്ട്. നമ്മുടെ സൈഡിൽ കണ്ടോ വിശക്കുന്നതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിതെല്ലാം പിക്ക് ചെയ്ത് നമ്മുടെ ഫുഡ്. ഓക്കെ, നമ്മൾ ഫുഡ് കുറച്ച് കഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. നല്ലൊരു വിശപ്പുള്ളൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ. കാരണം നമുക്ക് അത്ര വലിയൊരു ആക്സിഡൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റല്ലേ ഉള്ളൂ. അപ്പം കുറേ മണിക്കൂറുകളായി കാണും കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ വിശപ്പും കാര്യങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കഴിക്കാനില്ലേ ഗൈസ്? നമ്മളിപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയൊന്നും കഴിക്കാനില്ലെന്ന് തോന്നുന്നു. ഗൈസ്, നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് നമുക്ക് സർവൈവ് ചെയ്ത് ജീവിക്കുക. അതായത് മാക്സിമം ഡേ സർവൈവ് ചെയ്ത് ജീവിക്കുക. നമുക്കൊരു ചെറുക്കനുണ്ട് ഗൈസ്, ഒരു ചെറുക്കനുണ്ട്. അവൻ നമ്മൾ കണ്ടില്ലേ, ആ ചെറുക്കനെ നമുക്ക് കണ്ടുപിടിക്കണം. ആ ചെറുക്കൻ എവിടെ പോയി? ചെറുക്കൻ എന്ത് ചെയ്യുന്നൊരു വീഡിയോയില്ലേ, ഇവനൊക്കെ ഇവിടെ പോയി കിടക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ വിശപ്പിനുള്ള ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ച് ഫുഡ് ഇരിപ്പുണ്ട്, നമുക്കത് എങ്ങനെയും കഴിക്കാം. ഓക്കെ, ആ ഫുഡും കഴിച്ചു. നമ്മളെ വയർ അത്യാവശ്യം ഫുള്ളായിട്ടുണ്ട്. നമ്മളത് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ഫുഡ് കൂടെ കഴിക്കാം. ഓക്കെ, വെറുതെ ആ ഫുഡ് കഴിച്ചു കേട്ടോ, വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഓക്കെ, നമ്മൾ പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ പ്ലെയിൻ കണ്ടോ ഗൈസ്? നമ്മുടെ പ്ലെയിൻ മുഴുവൻ പോയി. നമുക്ക് മരമൊക്കെ വെട്ടാൻ പറ്റും ഗൈസ്. ഈ ഒരു ഗെയിമിൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അത്യാവശ്യം നല്ല സെറ്റിങ്സ് ഉണ്ട്. അതായത് ഈ ഒരു ഗെയിം പഠിക്കാൻ അത്യാവശ്യം സമയം വേണം. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഈ ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം, എന്നാലേ നമുക്കറിയത്തുള്ളൂ ഗൈസ്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പ്ലെയിന് അപകടമാകുമ്പോൾ പ്ലെയിനത്തെ ലഗേജും കാര്യങ്ങളൊക്കെ കിടക്കും മച്ചന്മാരെ. നമുക്കപ്പം ഓരോ ബോക്സ് ലോക്കാണ്. നമുക്ക് ബോക്സ് ബോക്സ് അങ്ങനെ നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് സാധനമൊക്കെ എടുക്കണം. അത് ഷെഡിയോ ഗൈസ്, എന്തോ സംഭവം എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലെയിനൊക്കെ സെറ്റാണ്, നശിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്.
നമുക്കൊരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് അറിയാം ഓരോന്ന് കണ്ടുപിടിക്കാനും ഓരോ പണി എങ്ങനെ ചെയ്യാം എന്ന് ഗൈസ് എല്ലാം ഇതിലുണ്ട്, എല്ലാം ഈ ഒരു ബുക്കിലുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബുക്കിലുണ്ട് ഗൈസ്. ഇനി അതിൽ നിന്ന് വേണം എല്ലാം നമുക്ക് തുടങ്ങാം ഒന്നേന്ന് പറഞ്ഞ് കുറേ ഉണ്ട് ഗൈസ്. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഫൈൻഡ് ദ ടിമ്മി ഗൈസ്, ടിമ്മി എന്നാണ് ചെറുക്കൻ്റെ പേര്. സെറ്റപ്പ് ദ ക്യാമ്പ് ആൻഡ് ഫൈൻഡ് ദ മിസ്സിങ് എന്താ പ്ലെയിൻ പാസഞ്ചേഴ്സ്. നമ്മളെ മറ്റേ പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ പ്ലെയിനിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഫൈൻഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ മറ്റേ ചെറുക്കനുണ്ടല്ലോ കൊച്ചത്, അവൻ്റെ കണ്ടുപിടിക്കണം. അവൻ്റെ ചെബുക്കുറ്റിക്ക് ഒരു അടി കൊടുക്കണം. അവൻ ചുമ്മാ എവിടെ പോയേക്കുന്നു ഉടനെ. ഗൈസ് ഈ പാസഞ്ചേഴ്സ് ഒന്നും ഉണ്ട് നമ്മളെ കൊണ്ടുപോകാൻ. ഇതേ ഇലയൊക്കെയാണ് വെട്ടുന്നത്, ഇതെന്ത് ഇങ്ങനെ. ഓക്കെ, നമ്മുടെ പെറ്റി തുറന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം എടുക്കണം ഗൈസ്, സാധനങ്ങളെല്ലാം എടുക്കണം. ദേഹത്തെല്ലാം ചോര ഒലിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഫുഡ് സെറ്റാണ്. വെള്ളമൊക്കെ വാട്ടർ കണ്ടൻറ്റൊക്കെ ബോഡിയിലുണ്ട്, സെറ്റാണ് കേട്ടോ. ഇത് ടേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ മാക്സിമം എല്ലാ പെട്ടിയും പൊട്ടിക്കുക, എല്ലാ പെട്ടിയും പൊട്ടിച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുക്കുക. നമുക്ക് സർവൈവ് ചെയ്യാനുള്ളതാണ്. അതായത് ഇനിയും തൊട്ട് നമ്മൾ ഈ ഒരു കാട്ടിലാണ് വാഴുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സർവൈവ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈ ബോക്സിലുണ്ടായിരിക്കും. കുറേ കാര്യങ്ങൾ ഈ ബോക്സിലുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ എടുത്തതിലേ കാര്യം നടക്കത്തുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമുക്കിനി കുറേ നാളിനി സർവൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാൻ പോകുന്നു ഗൈസ്, അത് നല്ല സ്പീഡിലായിട്ട് പോയത് ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഈ പെട്ടിയെല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മൾ വേറെ കാട്ടിലോട്ട് ഇറങ്ങി നടക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല, നമ്മുടെ കയ്യിൽ ഇരിക്കില്ല ഗൈസ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മച്ചാന്മാരെ നമ്മൾ കുറച്ച് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ ഇവിടെ ഒരു കിളിയുണ്ട് ഗൈസ്, ഇവിടെ ഒരു കിളിയുണ്ട്. ഇവിടെ കിളി എന്താ ചാവാത്ത? ഓക്കെ, ഇതേ കറക്റ്റ് ആ കിളി അവിടെ വന്നിരുന്ന് അപ്പോഴേ നമ്മൾ വെട്ടി കണ്ടിച്ചിങ്ങെടുത്തു ഗൈസ്. നമുക്ക് എന്തായാലും അതിൽ നിന്ന് നമുക്ക് മീറ്റ് കിട്ടും. ഈ മീറ്റ് നമുക്ക് ചുമ്മാ എടുത്ത് തിന്നാനും പറ്റത്തില്ല ഗൈസ്, അത് നമുക്ക് കുക്ക് ചെയ്യണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഈ ഒരു ഗെയിമിൽ. ഒരു അടിപൊളി ഒരു ഗെയിം തന്നെയാണ് മച്ചന്മാരെ, എന്തായാലും കളിച്ചു നോക്കുക. എനിക്ക് ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും ഈ ഒരു സ്റ്റോറിയുടെ ഈ ഒരു തീമും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല എന്ന് തോന്നി. ഇനി നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് ഇല്ലില്ല ഗൈസ്, ഇനി നമുക്ക് ഇത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. പക്ഷെ നമ്മുടെ പ്ലെയിൻ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് എവിടെ? നമ്മൾ ബാക്ക് മാത്രമേ വേണ്ടി ഇവിടെ കിടപ്പുള്ളൂ. ഉണ്ടോ? ഇതാണോ ഫ്രണ്ട്? ഇത് ഫ്രണ്ടാണോ ഗൈസ്? ഇത് ബാക്കല്ലേ ഇത്? അങ്ങനെ എനിക്ക് തോന്നുന്നത്, ഇത് ബാക്കാണെന്നാണ് തോന്നുന്നത്. ഗൈസ് ഇത് ബാക്ക് തന്നെ കേട്ടോ നമ്മുടെ. പക്ഷേ ഫ്രണ്ട് എന്തി ഗൈസ്? എനിക്കതാണ് അറിയേണ്ടത്. ഫ്രണ്ട് അവിടെ പോയി. ഓക്കെ, ഇത് ഇവിടെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നു ഗൈസ്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്, നമ്മുടെ പാസഞ്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ടെൻറ്റൊക്കെ കീറി കിടക്കുകയാണല്ലോ. ഇതേ എന്താണ്ടൊരു സംഭവം കിടക്കുന്നത്, ചത്ത ശരീരം ഗൈസ്. അതിൽ വെട്ടിയിട്ട് കാര്യമില്ല, ചുമ്മാ കിടന്ന് വെട്ടാന്നേ ഉള്ളൂ. പക്ഷെ ചത്ത ശരീരമൊക്കെ കിടക്കുന്നു, ടെൻറ്റൊക്കെ കീറി കിടക്കുന്നു ഗൈസ്. ഈ ഒരു കാട്ടിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു കാട്ടിൽ. നമുക്ക് നോക്കാം ഈ കാട്ടിൽ എന്താ ഉള്ളതെന്നൊക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഇപ്പം നമ്മുടെ ഇരിക്കുന്നൊരു പിച്ചാത്തൊരു സംഭവം മാത്രമേ ഉള്ളൂ, നമ്മളെ വേറൊന്നുമില്ല. നമുക്ക് എന്തായാലും വെള്ളം വേണ്ടി വരും ഗൈസ്. വെള്ളം വേണം. അതുകൊണ്ട് വയറിൻ്റെ അവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കുന്നുണ്ട് വെള്ളമെന്ന് ഗൈസ്. നമുക്കിപ്പം ദാഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം എനിക്ക് തോന്നുന്നു മിക്കവാറും വല്ല പുഴയിലോ എല്ലാം പോകേണ്ട വരുമായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം, അങ്ങോട്ടെല്ലാം പോയി നോക്കാം. പുഴയെന്നോ വല്ലതും ആയിരിക്കും കുടിക്കേണ്ട, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഈ ഗെയിം കളിക്കുന്നത്. നമുക്കപ്പോൾ നോക്കാം. അതായത് ഇങ്ങനെയാണല്ലോ ഓരോ വഴികളും കാടിൻ്റെ എല്ലാം പഠിക്കുന്നത് ഗൈസ്. ഇതുകൊണ്ട് അതെന്ത് സാധനം ഗൈസ്? അതെന്ത് സാധനം? ഇതെന്ത് ഗൈസ്? ഇതെന്ത് സാധനം? ഇതെന്തുവാ? അവൻ പുറമോട്ട് പോകുന്നു ഗൈസ്. ഓക്കെ, വെട്ടി ഗൈസ്. നമുക്ക് കിട്ടി. എടാ ഇത് വള്ളിയായി ഗൈസ്. ഇത് പ്രശ്നമാകും കേട്ടോ. എന്തിയാ അവൻ? അടിച്ച് നമ്മളെ എന്തി എടാ അവൻ മാറിക്കളഞ്ഞ്
എടാ മാറി കാര്യമായി. ഈ മണ്ടൻ എന്നെ അള്ളുന്നില്ലെന്ന് തോന്നുന്നു. അതിന് വരെ സൈഡിലെങ്ങാണ്ട് പോയ അള്ളുന്നു. കാര്യമായി. അതുകൊണ്ട് അവൻ്റെ ദേഹത്തെല്ലാം ചോര വന്നു. ഓ ഗൈസ്, അവൻ്റെ ദേഹത്തൊക്കെ ചോര, ഫുള്ള് ചോരയായി. ഓ നമ്മൾ വെട്ടിയിട്ടുണ്ട്. പക്ഷെ വെട്ട് കൊണ്ടേക്കുന്ന സ്ഥലമൊന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ചോര പോലൊക്കെ ആവും ഗൈസ്. അതിനനുസരിച്ചുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഈ ഗെയിംസിനും ഉള്ളൂ. വലിയ സ്റ്റോറേജും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം നല്ലപോലെ കളിക്കാൻ പറ്റും ഗൈസ്. ഇത് അടുത്ത ഒരുത്തെ ഗൈസ്. ഇവന്മാർക്ക് പേടിയാണോ അതോ എന്തുവാണെന്നൊരു പിടിയില്ല. പക്ഷേ ഗൈസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവന്മാർ ചെയ്യുന്നുണ്ടോ, വേഗം ഒന്ന് അറ്റാക്ക് ചെയ്തിട്ട് വേഗം തന്നെ പൊസിഷൻ ഷിഫ്റ്റ് ആക്കും അവന്മാർ. വേഗം തന്നെ റോൾ ചെയ്ത് പൊസിഷൻ മാറ്റി വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ. ഗൈസ് ഇതേ നമുക്ക് വെള്ളം കുടിക്കുന്ന സ്ഥലം വന്നു. ഇവിടുന്ന് ഇനി വെള്ളമൊക്കെ കുടിക്കും ഗൈസ്. ഗൈസ് ഇത് എങ്ങനെ വെള്ളം കുടിക്കും? ഇങ്ങനെ കിടന്നാൽ മതിയോ ഗൈസ്? ഇങ്ങനെ വന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഗൈസ് ഇതിൽ നിന്ന് എങ്ങനെ വെള്ളം കുടിക്കും മനുഷ്യൻ? ഇതെന്ത് തേങ്ങ ഗൈസ്. ഓക്കെ, അതെ നമ്മൾ ബുക്ക് എടുത്തിട്ടുണ്ട്. ബുക്കിൽ നിന്ന് പറഞ്ഞു തരും എങ്ങനെയായിരിക്കും വെള്ളം കുടിക്കേണ്ടതെന്ന്. ഓക്കെ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ഫയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുഡ് ആൻഡ് വാട്ടർ ഇതിലോട്ട് പോകാം. അതെ, വാട്ടർ കളക്ടർ ഗൈസ്. വാട്ടർ കളക്ടറോ? വാട്ടർ കളക്ടർ ആയിരിക്കും അല്ലേ ഗൈസ്? അതായിരിക്കും. നമുക്ക് എന്താ വേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇതെന്താ പണിയേണ്ടതെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെയാണെന്ന് തോന്നുന്നു. ഓ നമ്മൾ പണി വേണ്ട. ഇങ്ങനെ ഈ ഞെക്കിയാൽ മതി കേട്ടോ. ഈയൊക്കെ ഞെക്കിയാൽ മതി ഗൈസ്. ഈയൊക്കെ ഞെക്കിയാൽ മതി. ഓ നമുക്ക് സംഭവത്തിൻ്റെ, അതായത് ഈ ആമയുടെ ഈ തോടാണ് വേണ്ടത്. ആ തോട് അതിലില്ല എന്നാണ് പറയുന്നത്. അതെന്താ ചാവാനെ ഗൈസ്? ഓ അതെ, ചത്തം തോന്നുന്നു കേട്ടോ. ഈ ആമയുടെ എന്തൊക്കെയോ എടുത്ത് കളഞ്ഞ് ഗൈസ്. ഇനിയും വന്നപ്പോൾ തോടെന്തി ആമയുടെ? നമ്മൾ ആമയെ കൊന്നിട്ട് തോടോടും കളഞ്ഞു. ഇല്ലില്ല, ഇതേ തോട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ മാംസമാണ് എടുത്ത് കളയുന്നത് ഫുള്ള്. എന്നിട്ട് തോടവിടെ നമ്മൾ വെക്കും ഗൈസ്. ഇങ്ങനെ വെച്ചിട്ട് എന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം കളക്റ്റ് ആകും? മഴ പെയ്യുമ്പോഴാണോ? ഒരു പിടിയില്ല ഗൈസ്, ഒരു പിടിയില്ല. ഇങ്ങനെ വെക്കുമ്പം എങ്ങനെ വെള്ളം കളക്റ്റ് ആകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇപ്പോൾ മച്ചാന്മാരെ നമ്മളിത് അടുത്ത അതിൻ്റെ മണ്ടക്കോട്ടിക്ക് കയറി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. അതായത് നമ്മൾ വെള്ളം കുടിച്ചു ഗൈസ്. അതായത് നമ്മുടെ ബാഗിൽ ഒരു ബട്ടൺ, അത് കയറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നെ സോഡയൊക്കെ ഡ്രിങ്കൊക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം തീരുമല്ലോ, ഒരു 5-6 എണ്ണം കണ്ടേ ഇരിപ്പുള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പേടി. അതെന്തായാലും നമുക്ക് നോക്കാം. ലാസ്റ്റ് വെള്ളം കിട്ടാതെ ചാവുമായിരിക്കും ചിലപ്പോൾ ഗൈസ്. അത് എന്തോ ആയിക്കോട്ടെ, നമുക്കെന്തായാലും നോക്കാം. ഇതെന്ത് സംഭവം എനിക്കറിയുന്നില്ല. എന്തുവാ മറ്റേ സൈലൻ്റ് സംഭവം എനിക്ക് ഒരു പിടിയില്ല. ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണെന്ന് ഇതിലൊക്കെ പറയാം ഗൈസ്. പക്ഷേ കുറേ ഉണ്ട് കേട്ടോ, ഈ ഒരു ബുക്കിൽ കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതൊക്കെ ആവശ്യങ്ങൾ വരും, ഉറപ്പായിട്ടും ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾ വരും. അതുകൊണ്ട് എന്താ സംഭവം എന്നൊന്നും ഒരിക്കലും അറിയത്തില്ല ഗൈസ്. നമുക്കതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കളി കുറച്ചുകൂടെ മുന്നോട്ട് പോയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്, അത് നമ്മളെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നമുക്കിനി തടി വേണം, തടി ഗൈസ്. ഈ തടി വെട്ടിയാൽ മതിയായിരിക്കും. നമുക്ക് നോക്കാം. ഈ തടി മതിയായിരിക്കും അല്ലേ ഗൈസ്? ഈ ഒരു തടി തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ചെറിയ സ്റ്റിക്ക് പോലത്തെ തടിയാണ് ഗൈസ് വേണ്ടത്. ഇത്രയും വലിയ തടിയെല്ലാം തോന്നുന്നുണ്ട്. ഇത് താഴെ എന്താണ്ട് മിന്നുന്നൊക്കെ ഉണ്ടല്ലോ. ഗൈസ് സ്റ്റിക്ക് പോലത്തെ തടിയൊക്കെ ഇതിൻ്റെ താഴേന്ന് കിട്ടി കുറച്ച്. അപ്പോൾ നമുക്ക് ഈ സത്യം പറഞ്ഞാൽ മരം ജസ്റ്റ് വെട്ടുമ്പോൾ സ്റ്റിക്ക് പോലത്തെ തടി കിട്ടുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും കുറച്ചുകൂടെ തടി വേണം ഗൈസ്. ഇനിയും നമുക്ക് തടി വേണം, ഇനിയും വേണം സ്റ്റിക്ക് പോലത്തെ തടി. നമുക്ക് നോക്കാം. ഇവിടെ ഇനി എവിടെയെങ്കിലും കിടപ്പുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കിടന്ന് കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേ ഒരു സ്റ്റിക്ക് കിടക്കുന്നു. ഓക്കെ, നമുക്കത് സെറ്റായിട്ടുണ്ട്. സ്റ്റിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതും ഓക്കെ, അതും സെറ്റാക്കി. ഇനി നമുക്ക് മീറ്റ് വെക്കണം. ഓക്കെ, നമ്മളൊരു മീറ്റ് തൂക്കി വെച്ചു.
ഇനിയും മീറ്റ് മാത്രം ഇങ്ങനെ വെച്ച പോലെ നമുക്ക് തീ വെക്കണ്ടേ ഇതിൻ്റെ ഇടയിൽ. തീ വെച്ചാലേ ഇതൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ ഗൈസ്. നമുക്കിനി തീ വെക്കാനുള്ള ഒരു പരിപാടിയാണ് അടുത്തത് നോക്കണ്ടേ. നമുക്ക് കല്ലൊന്നും എടുത്ത് വരയ്ക്കുകയൊന്നും വേണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഗൈസ് നമുക്കിത് നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ എവിടെയോ ലൈറ്ററുണ്ട് ഇതിനകത്ത്. ക്ലോത്ത്, തൂത്ത് മറ്റേ അവൻ്റെ ഈ തൂത്തെടുത്തിട്ടുണ്ട് കാര്യം ഗൈസ്. അതായത് നമ്മൾ മറ്റേ സംഭവത്തിനെ അടിച്ച് കൊന്നില്ല ഒരെണ്ണത്തിന്, അവൻ്റെ ഇങ്ങനെ തൂത്തെടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് എന്തോ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. സ്നാക്സ് ഉണ്ട്, പക്ഷേ സ്നാക്സ് നമ്മളിപ്പോൾ എടുക്കണ്ട, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ എടുക്കാം. നമുക്ക് നമുക്കിതിൽ എന്തെങ്കിലും തീ വെക്കാനുള്ള സംഭവം ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഇതിലെ ബാഗും കാര്യങ്ങളൊക്കെ ഇരിപ്പുള്ളൂ. തീ വെക്കാനുള്ളൊരു സാധനമൊന്നും ഇല്ല. കല്ല് തമ്മിൽ വരച്ചാണോ എന്ന് പറഞ്ഞൂടാ. ഇതെന്ത് ഈ ബാഗെടുത്ത് ബാഗിലെന്തുവാ ഗൈസ്? എന്തോ അത് നമ്മുടെ ചെറുക്കൻ്റെ ഫോട്ടോ ആണ്, കണ്ടോ? ചെറുതായിട്ട് കാണാം, ഇരുട്ടായിട്ട് നമുക്ക് കാണാത്തതാണ്. അല്ല, നമ്മൾ ബാഗ് എടുക്കുമ്പോൾ വെട്ടമുണ്ട് കേട്ടോ. ഓക്കെ, അതിന് തിരിച്ചവിടെ വെക്കട്ടെ. നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെയാണ്. എന്ത് ചെയ്യടാ, എന്തേലും കാണണമല്ലോ ഗൈസ്. ഇതിലൊന്നും കാണുന്നില്ല. നമുക്ക് തൂത്തത് അതെ ലൈറ്റർ. ഗൈസ് ഇതേ നമുക്ക് ലൈറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ലൈറ്റർ കിട്ടി. ഓക്കെ, നമുക്ക് ഈ തീനി ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ട് വെക്കണം ഗൈസ്. ഇതിൻ്റെ അടുത്തോട്ടൊന്നും കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് താഴോട്ട് ഗൈസ്. ലൈറ്റർ തീർന്നോ? ഓക്കെ. ഗൈസ് ലൈറ്റർ വച്ചിട്ട് മാത്രം കാര്യമില്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഓക്കെ, നമ്മൾ ബുക്ക് എടുക്കാം. ബുക്ക് എടുത്തിട്ട് നമുക്ക് നോളേജ് സെറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഗൈസ് എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, ബേസിക് ഫയർ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്യണം നമുക്ക്. അതിനനുസരിച്ച് എന്തൊക്കെയോ ലീഫ് വേണം, എന്തൊക്കെയോ സംഭവം വേണം. 7 ലീഫും 2 കൊച്ച് സ്റ്റിക്കിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു ഗൈസ്. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഇനി 7 ലീഫും സംഭവമൊക്കെ ഇനി എവിടെ പോയി ഒപ്പിക്കും ഗൈസ്? ഒരു കൈ ലൈറ്ററും ഒരു കയ്യിൽ മരം വെട്ടുന്നു. ഏതാ റേഞ്ച് ഗൈസ്? എനിക്കറിഞ്ഞൂടെ ഈ കാട്ടിൽ നിന്ന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഈ കാട്ടിൽ. രാത്രിയായി കഴിയുമ്പോൾ കുറേ നമുക്ക് പ്രശ്നങ്ങൾ വരും ഉറപ്പായിട്ടും. അത് ഏത് കാടാണേലും പ്രശ്നം വരും രാത്രിയാകുമ്പോൾ. അതും ഇതൊക്കെ വരും ഗൈസ്. ഇതേ അവിടെ മരം വീണിട്ടുണ്ട്, ഇപ്പോൾ വീഴും. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നമുക്ക് ലീഫ് സെറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് നമ്മൾ ലീഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കാണ് വേണ്ടത്. 2 സ്റ്റിക്ക് വേണം, ചെറിയത്. ആ 2 സ്റ്റിക്ക് കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഇപ്പം തന്നെ ഇതങ്ങ് എടുക്കുമായിരുന്നു. എന്താ പറയുക ഗൈസ്, മറ്റേ ഇതുണ്ടല്ലോ, തീയം കത്തിക്കായിരുന്നു. എന്നിട്ട് നമുക്ക് ചിക്കനും വേവിച്ചിട്ട് അങ്ങ് തിന്നായിരുന്നു ഗൈസ്. ഈ കിളി ഞാൻ കൊന്ന് കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് കിട്ടും ഗൈസ്. അതെ, ഒരു സ്റ്റിക്ക് അവിടെ നിന്ന് കിട്ടി. ഒറ്റ ഒരെണ്ണം കൂടെ മതി ഗൈസ്. ഒറ്റ സ്റ്റിക്ക് കൂടെ. അതേ കുറേ സ്റ്റിക്ക് കിട്ടി കേട്ടോ. ചെറിയ മരങ്ങളൊക്കെ വെട്ടിയാലും അതുപോലത്തെ സ്റ്റിക്ക് കിട്ടും. ഓക്കെ, സെറ്റ്. ഓക്കെ, സെറ്റായി. ലൈറ്റർ വെച്ച് കത്തിക്കാൻ പോവാണ് ഗൈസ്. ഇതാര് ഗൈസ്? ഇതെന്ത് സാധനം? എടാ ചത്ത് ഗൈസ്. ദേ ഏതോ ഒരു കൊച്ചു വന്ന് അടിച്ചു നമ്മളെ ഉറക്കി ഗൈസ്. നമ്മളെ കൊന്ന് നമ്മളെ വലിച്ചോണ്ടൊക്കെ പോകുന്ന ആരാണ്ട് ഗൈസ്. നമ്മളെ ആരാണ്ട് വന്ന് വലിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട്. ഷിറ്റ് ഗൈസ്, നമ്മൾ രക്ഷപ്പെടാറായതായിരുന്നു. പിന്നെന്താ പറ്റിയെന്നൊന്നും ഒരു പിടിയില്ല ഗൈസ്. ഇതെന്ത് തേങ്ങയാണ് ഈ നടക്കുന്നത് ഗൈസ്? എനിക്ക് അറിഞ്ഞൂടെ സത്യം പറഞ്ഞാൽ. നമുക്ക് ലൈറ്റർ ക്ലിക്ക് ചെയ്യുക ഗൈസ്. ലൈറ്ററിൻ്റെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മളെ തലകീഴായിട്ട് കെട്ടി തൂക്കിയിരിക്കുന്നു ഗൈസ്. ഉറപ്പായിട്ട് നരഭോജികളാണ്. നമ്മൾ മുമ്പേ കൊന്നില്ല, അവന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ചോര ഒലിക്കുന്നതുകൊണ്ട് തലയോട്ടിയൊക്കെ പോകുന്നു ഗൈസ്. നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ വെട്ടി, നമ്മൾ കാലൊക്കെ
സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓ ഗൈസ്, നമുക്ക് നല്ല വിശപ്പായിട്ടുണ്ട്. ഇവിടെയൊക്കെ ട്രാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, ശ്രദ്ധിക്കുക. ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ ജസ്റ്റ് മറ്റേ ബുക്ക് വായിച്ചില്ലേ, അതിൻ്റെ ഒരു നോളജ് ആയിരുന്നു. ഇതൊക്കെ ട്രാപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ബുക്കിനകത്ത് നമുക്കുണ്ട് ട്രാപ്പ് വെക്കാനുള്ള ഒരു സംഭവമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഈ ഗുഹയിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇവിടെ എല്ലാം ട്രാപ്പാണ് ഗൈസ്. നമുക്ക് നോക്കാം. ഇത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ജീസസ് പണീഷ് ഗൈസ്, അതെന്തോ സംഭവമാണ്. അതെന്ത് സംഭവം? ഇത് എവിടെ നിന്ന് കിട്ടി? ഒരു പിടിയില്ല. അതെന്തോ ആയിക്കോട്ടെ ഗൈസ്. ഈ ഒരു ചെറിയൊരു ഇതിൽ നമ്മൾ എങ്ങനെ നടക്കും ഗൈസ്? കുറച്ചുകൂടെ വെട്ടം വേണമായിരുന്നു ഗൈസ്. ഇത് ഉറപ്പായിട്ട് മറ്റേ മഞ്ഞുമൽ ബോയ്സിനകത്ത് അവൻ ഇതിനകത്ത് പോയ പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് പിന്നെ ബ്ലഡും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അവർ പറയുന്നത് സൈഡിൽ കാണിക്കുന്നുണ്ട്, വാഷ് ചെയ്തിട്ട് നമ്മുടെ ഇത് ഇഞ്ചുറി അല്ല പിന്നെ ഇൻഫെക്ഷൻ ആവും എന്നാണ് പറയുന്നത്, വാഷ് ചെയ്തില്ലെങ്കിൽ ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോവാം. ഇവിടെ എവിടെയെങ്കിലും വാഷ് ചെയ്യാൻ എന്തോ, ഇവിടെയൊക്കെ വെള്ളം എവിടെയോ ഉണ്ട്, പക്ഷെ റിഫ്ലക്ഷനൊക്കെ അടിക്കുന്നത് കണ്ടോ? ഇതെന്ത് സംഭവം? ഈ തലവട്ടി ഇട്ടിട്ടുണ്ട് ഗൈസ്, തലവട്ടി. എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ നിന്നൊന്ന് ഇറങ്ങണമല്ലോ ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഇതെങ്ങനെ ഇറങ്ങും? ഇതാരാ? ഇത് മറ്റേ അവനല്ലേ ഗൈസ്? പെട്ടു ചത്ത് ഗൈസ്, ചത്ത്. എന്ത് ചെയ്യാൻ? ഓ ഗൈസ്, നമ്മൾ ചത്തു. ഓ ഗൈസ്, ചത്തു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സർവൈവിങ് 0 ആണ്.